നമസ്കാരം. നമ്മുടെ കേരളത്തിലെ സഭകൾ, പ്രത്യേകിച്ച് മെത്രാന്മാരും പാതിരിമാരും, എല്ലാവരുമല്ല ചിലർ, വല്ലാത്തൊരവസ്ഥയിലാണ് പെട്ടുപോയിരിക്കുന്നത്. ഇപ്പോൾ അവരുടെ ഒരു മനോഭാവം, 2 ദിവസങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ തെരുവിലിറങ്ങി പോരാടും, തിരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ്, തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സമയത്ത് ഭരണഘടനയാണ് ഞങ്ങളുടെ ആശ്രയം, BJPയെ ഭയമില്ല, മോദിയെ ഭയമില്ല, FCRയെ ഞങ്ങൾ നഖശികാന്തം എതിർക്കും എന്നൊക്കെയായിരുന്നു അവരുടെ വാദങ്ങൾ, അവകാശവാദങ്ങൾ. ഈ 2 ദിവസങ്ങൾക്ക് മുമ്പ് വരെ പലരും വാർത്താമാധ്യമങ്ങളിലൂടെ പ്രതികരിച്ചത് FCRA ചട്ടഭേദഗതികളെ രാഷ്ട്രീയ നേതാക്കൾ നേരിട്ട് എതിർക്കണം, ഞങ്ങളും ഇതിനെ എതിർക്കും എന്നുള്ള വീരവാദങ്ങളൊക്കെ മുഴക്കിയിരുന്നു. പക്ഷേ ഇപ്പോൾ സഭകളുടെ മനോഭാവത്തിൽ ഒരു മാറ്റം വന്നിരിക്കുകയാണ്. അവർ പറയുന്നത് BJPയെ കൂടുതൽ പ്രകോപിപ്പിക്കാതിരിക്കുക, അതാണ് നല്ലത്. അതിനുള്ള നടപടികൾ അവർ സ്വീകരിച്ചു തുടങ്ങി. അമിത്ഷായുമായിട്ട് കൂടിക്കാഴ്ചയ്ക്ക് ഏതാണ്ട് 3 തവണ അവർ സമയം ചോദിച്ചു, അനുവദിക്കപ്പെട്ടിട്ടില്ല. നരേന്ദ്രമോദിയുമായിട്ടുള്ള കൂടിക്കാഴ്ച ഇപ്പോൾ സാധ്യമല്ല. അദ്ദേഹം വിദേശ രാജ്യങ്ങളിലേക്കുള്ള സന്ദർശനത്തിലാണ്. സീഷെൽസിലെ ആണിപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നത്. അമിത്ഷായുമായിട്ടുള്ളൊരു കൂടിക്കാഴ്ച, നരേന്ദ്രമോദിക്കും അപ്പുറം അമിത്ഷായുമായിട്ടാണ് ഈ ഒരു കൂടിക്കാഴ്ച അവർക്ക് നടത്തേണ്ടത് ഇപ്പോൾ അത്യാവശ്യമായിട്ടുള്ളത്. കാരണം FCRA ചട്ടഭേദഗതികളുടെ ഒരു സൂത്രധാരൻ, അല്ലെങ്കിൽ അതിൻ്റെ ബുദ്ധി കേന്ദ്രം അമിത്ഷായാണ്. അദ്ദേഹത്തോട് ചെന്ന് കാല് പിടിക്കുവാനാണ് ഈ പോകുന്നത്, അതിന് സംശയമൊന്നും വേണ്ട. അല്ലാതെ ആവശ്യങ്ങൾ ഉന്നയിച്ച് മര്യാദയ്ക്ക് ചട്ടഭേദഗതികളൊക്കെ മാറ്റിക്കണം, ഞങ്ങൾക്ക് വിദേശത്ത് നിന്ന് വരുന്ന ഫണ്ടുകൾ ഞങ്ങൾ എങ്ങനെയും വിനിയോഗിക്കും, അതിനെ ചോദ്യം ചെയ്യാൻ നിങ്ങളായിട്ടില്ല, ഞങ്ങൾ കാനോൻ നിയമപ്രകാരമാണ്, അതിൻ്റെ മറവിൽ അതിനെ മറച്ചു പിടിക്കാൻ ഞങ്ങൾ ഭരണഘടനയൊക്കെ പിടിക്കും, പക്ഷേ അതങ്ങ് ചെയ്തു തരണം എന്ന് പറയാനല്ല ഈ പോകുന്നത്, കാല് പിടിക്കാനാണ്. എന്നിട്ട് ഞങ്ങളുടെ സംഘടനയുടെ ഉദ്ഘാടനം അങ്ങ് നിർവഹിച്ചാലേ സംഘടനയ്ക്കൊരു തെളിച്ചം വരൂ എന്നുള്ള രീതിയിലൊക്കെ ചെന്ന് പറഞ്ഞ് സുഖിപ്പിക്കുവാനാണ് ഈ പോകുന്നത്. അടിസ്ഥാനപരമായിട്ട് BJPയെ ആവശ്യത്തിന് ഉപയോഗിക്കുക, തള്ളിക്കളയുക, ആവശ്യത്തിന് ഉപയോഗിക്കുക, തള്ളിക്കളയുക, ഇത്തരത്തിലൊരു പ്രക്രിയ കാലാകാലങ്ങളായി 2014 മുതൽ ഈ നിരവധി സഭാ നേതൃത്വങ്ങൾ കൈക്കൊണ്ടുവരുന്നൊരു പ്രക്രിയയാണ്, അല്ലെങ്കിൽ ഒരു രീതിയാണ്. അത് BJP നേതാക്കൾ തിരിച്ചറിയേണ്ട ഒരു സമയമായിട്ടുണ്ട്. അവരത് തിരിച്ചറിഞ്ഞു തുടങ്ങിയിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ മാറ്റങ്ങൾ ഉണ്ടായിരിക്കുന്നത്. നേരത്തെ എത്തരത്തിലുള്ള വീരവാദങ്ങൾ അടിച്ചാലും, നരേന്ദ്രമോദിയെ ഏത് തരത്തിലുള്ള അസഭ്യം പറഞ്ഞാലും, അല്ലെങ്കിൽ ഒരു മോശമായിട്ടുള്ള പരാമർശങ്ങൾ നരേന്ദ്രമോദിയെ പ്രതി നടത്തിയാലും, രാഹുൽ ഗാന്ധിയിലാണ് ഭാരതത്തിൻ്റെ ഏക പ്രതീക്ഷ ഭരണഘടന സംരക്ഷിച്ചു പിടിക്കുവാൻ എന്നുള്ളത്. ഭരണഘടന സംരക്ഷിച്ചു പിടിക്കുവാൻ എന്ന് ഈ മെത്രാന്മാർ, ഈ മാർ ക്ലിഞ്ഞോയും ഗുണേറിയസ് മാർ സിഫിലിസും ഒക്കെ പറയുമ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഭരണഘടന സംരക്ഷിച്ചു പിടിക്കുക ഈക്വൽ ടു ഞങ്ങളുടെ ഇത്തരത്തിലുള്ള അനധികൃത അവകാശങ്ങൾ സംരക്ഷിച്ചു പിടിക്കുക, പൊതുജനത്തിൻ്റെ കണ്ണിൽ നിന്ന് മറച്ചു പിടിക്കുക. ഞങ്ങൾക്ക് വിദേശത്ത് നിന്ന് ഫണ്ട് വാങ്ങി വീഞ്ഞും ഒപ്പവും അടിക്കുന്നത് മുതൽ ഭീകരവാദ പ്രവർത്തനത്തിന് ഫണ്ട് ചെയ്യുന്നത് വരെ, തിമോത്തി ഇനിഷ്യേറ്റീവിൻ്റെ വിശദമായൊരു വീഡിയോ RP ഇന്നലെ ചെയ്തിരുന്നു, പ്രേക്ഷകരതൊന്ന് കാണുക. അപ്പോൾ ഈ ഭീകരവാദ പ്രവർത്തനത്തിന് എങ്ങനെയാണ് ഇവർ ഫണ്ട് ചെയ്യുന്നതെന്നുള്ളതിൻ്റെ ഒരു ധാരണ കിട്ടും. ഒപ്പം മതപരിവർത്തനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് ആ വിദേശത്ത് നിന്ന് വരുന്ന ഫണ്ട്, കണക്കില്ലാതെ വരുന്ന ഫണ്ടുകൾ കണക്കില്ലാതെ ഉപയോഗിക്കുക, നമ്മുടെ സഭയിലേക്ക് കുഞ്ഞാടുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുക, അത് ഏത് മാർഗത്തിലൂടെയായാലും. ഇത്തരം പ്രവർത്തികളെ സംരക്ഷിച്ചു പിടിക്കുക എന്നുള്ളതിനാണ് ഇവർ ഭരണഘടനാ സംരക്ഷണം എന്നുദ്ദേശിക്കുന്നത്. അതിനുള്ള ഏക പ്രതീക്ഷ രാഹുൽ ഗാന്ധിയാണ് എന്ന് പറഞ്ഞാലും, ഇത്തരത്തിലുള്ള എന്ത് പ്രവൃത്തി നടത്തിയാലും, പ്രവർത്തനങ്ങൾ നടത്തിയാലും, വാചക കസർത്ത് നടത്തിയാലും BJP ഒടുവിൽ ഇവരോടൊരു മൃദുല മനോഭാവം കാണിക്കുമെന്നുള്ളൊരു ധൈര്യമുണ്ടായിരുന്നു ഇവർക്ക്. പക്ഷെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പോടുകൂടി അത് മാറി. BJP കേന്ദ്ര നേതൃത്വത്തിൻ്റെ ആയാലും സംസ്ഥാന നേതൃത്വത്തിൻ്റെ ആയാലും സഭകളോടുള്ള മനോഭാവത്തിൽ കാര്യമായ മാറ്റം വന്നിട്ടുണ്ട്. ഒപ്പം FCRA നിയമം, അതിൻ്റെ ഭേദഗതികൾ, രാജ്യസുരക്ഷാ സംബന്ധിയായിട്ടുള്ള കാര്യങ്ങളിൽ എന്ത് വില തിരികെ കിട്ടുമെന്ന് പറഞ്ഞാലും വിട്ടുവീഴ്ചയ്ക്ക് ഒരുങ്ങുന്നൊരു സർക്കാരല്ല ഇപ്പോൾ ഉള്ളത്. അതിനും അപ്പുറത്തേക്ക് ഈ മതപരിവർത്തനം എന്നുള്ളത് വലിയൊരു രൂക്ഷമായൊരു പ്രശ്നമായി ഭാരതത്തിൽ, കേരളത്തിൽ, വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നൊരു കാര്യമാണ്. കാരണം ഒരു വൈറസായി തന്നെ, ഒരു വൈറസ് ബാധയായി തന്നെ പല സംസ്ഥാനങ്ങളും ഇപ്പോൾ 98% മതം മാറ്റപ്പെട്ട് കഴിഞ്ഞു. പല സംസ്ഥാനങ്ങളിലും ഇപ്പോൾ മണിപ്പൂർ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നടക്കുന്ന പല പ്രശ്നങ്ങളുടെയും കാരണം ഈ മതപരിവർത്തനമാണ്. കാരണം ഒരു പുരാതന സംസ്കാരം ഉൾക്കൊള്ളുന്ന ഒരു ഗോത്രത്തിലെ ആളുകളെ രണ്ടായി പിരിച്ച്, ഒന്ന് ക്രിസ്ത്യൻ വിഭാഗം, ഒന്ന് പുരാതന സംസ്കാരങ്ങൾ സൂക്ഷിക്കുന്ന വിഭാഗം. അവരെ ഈ പുരാതന സംസ്കാരങ്ങൾ ഇപ്പോഴും പിന്തുടരുന്ന, അത് മനസ്സിൽ ആരാധിക്കുന്ന, സൂക്ഷിക്കുന്ന വിഭാഗത്തെ അവരുടെ ആരാധനകളെല്ലാം ചെകുത്താൻ്റെ ആരാധനകളാണ്, അല്ലെങ്കിൽ ചെകുത്താനെ ആരാധിക്കലാണെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് പ്രകോപിപ്പിക്കുമ്പോൾ അവർക്കാകെ അറിയാവുന്ന കാര്യം ഇതിന്
കരണക്കുറ്റി നോക്കി പൊട്ടിക്കുക എന്നുള്ളതാണ്. അങ്ങനെയാണ് ഈ സംഘർഷങ്ങൾ പലതും ഉണ്ടാകുന്നത്. ഗോത്രങ്ങൾ തമ്മിലുള്ള സംഘർഷങ്ങളായി അല്ലെങ്കിൽ ഗോത്രത്തിൻ്റെ അന്തർയുദ്ധങ്ങളായി ഇവ മാറുന്നതിൻ്റെ പ്രധാന കാരണങ്ങളിലൊന്ന് ഇത്തരത്തിലുള്ള ക്ലിഞ്ഞോ പ്ലിഞ്ഞോമാരാണ്. ഈ വിദേശ ഫണ്ടുകൾ അതിന് അവർക്ക് സഹായകരമാകുന്നു എന്ന് മാത്രമല്ല, അതാണ് അവരുടെ ഇന്ധനം. ആ ഇന്ധനമാണ് ഇപ്പോൾ ബന്ധിക്കുവാൻ പോകുന്നത്. ഇന്ധനബന്ധനം അരുത് സ്വാമി എന്ന് കാല് പിടിക്കുവാനാണ് അമിത്ഷായുടെ അടുത്തേക്ക് പോകുന്നത്. പക്ഷേ അത് സാധ്യമാകില്ല എന്ന് അവർക്കറിയാം. എന്നാൽ പോലും ഞങ്ങൾക്ക് അപ്പവും വീഞ്ഞും വാങ്ങാനുള്ള കാശെങ്കിലും ഒന്ന് മാറ്റിവെച്ച് അതിനെങ്കിലും ഒഴിവാക്കി മതപരിവർത്തനത്തിനുള്ള കാശൊക്കെ ഒന്ന് പറഞ്ഞു നോക്കും. കാരണം അതാണല്ലോ ജീവിത ലക്ഷ്യം. ഇപ്പോൾ ഉള്ള വ്യവസ്ഥകളിൽ പലതും വളരെ ഇവരെ സംബന്ധിച്ച് വളരെ കടുപ്പമേറിയ വ്യവസ്ഥകളാണ്. ഒന്ന്, എന്തിനാണ് നിങ്ങൾ ഈ വിദേശ ഫണ്ടുകൾ കൈപ്പറ്റുന്നതെന്ന് ആദ്യം അംഗീകാരം വേണം. അംഗീകാരമില്ലാതെ പ്രവർത്തിച്ചാൽ വിവരമറിയും. പിന്നെ ഈ വിദേശത്ത് നിന്ന് ഫണ്ടുകൾ വരുന്നത് എവിടുന്നാണ്, അത് എന്താവശ്യത്തിനാണ് നിങ്ങൾ കൈപ്പറ്റുന്നത്, അത് കൃത്യമായി ബോധ്യപ്പെടുത്തണം. രണ്ടാമത്തേത്, എന്താവശ്യത്തിനാണ് ഈ ഫണ്ട് വരുന്നതെന്ന് ബോധ്യപ്പെടുത്തിയല്ലോ, ആ ആവശ്യത്തിന് മാത്രമേ അത് ഉപയോഗിക്കുവാൻ പാടുള്ളൂ. മറ്റെന്തിനെങ്കിലും ഉപയോഗിച്ചാൽ ലൈസൻസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പിടിവീഴും. മൂന്നാമത്തേതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായിട്ടുള്ള കാര്യം, ഈ വരുന്ന ഫണ്ടുകളിൽ ഒരു രൂപ പോലും മതപരിവർത്തന ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുവാൻ പാടില്ല. ഇനി നാലാമതൊരു ചട്ടം കൂടിയുണ്ട്. അതാണ് ഇവരുടെയൊക്കെ നെഞ്ചിൽ തറച്ചിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. ഇത്രയും കാര്യങ്ങൾ ശരിയാണ്. മുതുകിലും നെറ്റിയിലുമൊക്കെ തറച്ച് അല്ലെങ്കിൽ കയ്യിലും കാലിലുമൊക്കെ തറച്ച് വല്ലാത്ത പുകച്ചിലും അസ്വസ്ഥതയുമായിരുന്നു ഇവർക്ക് നൽകിക്കൊണ്ടിരുന്നത്. നാലാമത്തെ ഒരു പ്രധാന വിഷയം, കേരളത്തിലേക്കാണ് ആ ഫണ്ട് വരുന്നത്. കേരളത്തിലെ ഏതെങ്കിലും സഭയിലേക്കോ അല്ലെങ്കിൽ സഭയുടെ അനുബന്ധ പ്രസ്ഥാനത്തിലേക്കോ സംഘടനയിലേക്കോ ആണ് ഈ ഫണ്ട് വരുന്നത്. നിയമപൂർവമായി തന്നെ വരുന്നു എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ആ ഫണ്ട് വിനിയോഗിക്കുന്നത് കേരളത്തിൻ്റെ അതിർത്തിക്കുള്ളിൽ മാത്രമേ പാടുള്ളൂ. തമിഴ്നാട്ടിലേക്കോ കർണാടകയിലേക്കോ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്കോ ആ ഫണ്ട് വഴിതിരിച്ചു വിടുവാൻ പാടില്ല. അല്ലെങ്കിൽ ഈ ഫണ്ടിൻ്റെ ഒരു രൂപ പോലും ആ സംസ്ഥാനങ്ങളിൽ, കേരളം വിട്ടുള്ള പ്രദേശങ്ങളിൽ വിനിയോഗിക്കുവാൻ പാടില്ല. ഈ നിയമങ്ങളെല്ലാം കൂടി കണ്ടപ്പോൾ പാതിരിമാർക്ക് ആദ്യം ഹാലിളകി. ഇപ്പോൾ മര്യാദയ്ക്കായി അമിത്ഷായുടെ കാല് പിടിക്കുവാൻ പോവുകയാണ്. അതിലും പാതിരിമാർക്ക് അപ്പുറത്തേക്ക് മാറ്റങ്ങൾ വന്നിരിക്കുന്നത് മനോരമയ്ക്കും ദീപികയ്ക്കുമൊക്കെയാണ്. BJP വിമർശിച്ച് ഒരു ലേഖനവും ഇപ്പോൾ എഴുതുന്നില്ല. ഇനി അതിൽ മാറ്റം വരും, ഉറപ്പാണ്. കാരണം ഈ ജാത്തിയാലുള്ളത് തൂത്താൽ പോവില്ല എന്നൊരു പഴഞ്ചൊല്ലുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ അതിലേക്ക് മാറ്റം വരും. പക്ഷേ ഇപ്പോൾ BJPക്കെതിരെ ഒന്നും എഴുതുന്നില്ല എന്ന് മാത്രമല്ല, ഈ കഴിഞ്ഞ ദിവസം മുസ്ലിം ലീഗിൻ്റെ ഒരു വനിതാ പ്രവർത്തക ഒരു RSSകാരൻ്റെ മൃതദേഹം ഏറ്റുവാങ്ങി ദഹിപ്പിച്ചു എന്നൊരു വ്യാജ വാർത്ത വന്നിരുന്നല്ലോ. ഉറ്റവരാരുമില്ലായിരുന്നു അത് സ്വീകരിക്കാൻ. അതുകൊണ്ട് തന്നെ അവർ ആ സത്കർമ്മം ചെയ്തു, അത് തട്ടമൊക്കെ ഇട്ട് ചെയ്തു എന്നുള്ള വ്യാജ വാർത്ത. ഇത് സംഘപരിവാർ അംഗങ്ങൾ, എന്തിന് ശശികല ടീച്ചർ പോലും പൊളിക്കുന്നതിന് മുമ്പ് മനോരമയോ ദീപികയോ ഒക്കെ അത് പൊളിച്ച് കയ്യിൽ കൊടുത്തു എന്ന് വേണം പറയാൻ. ശശികല ടീച്ചർ പോലും ഒരു നിമിഷത്തേക്ക് അന്തിച്ചു പോയി കാണും. അങ്ങനെയല്ല, ശശികല ടീച്ചറിനെ പോലുള്ളവരാണ് ആ വിവരം പുറത്തു കൊണ്ടുവന്നത്. പക്ഷേ അതിന് വലിയ പ്രാധാന്യത്തോടു കൂടി തന്നെ മനോരമയും ദീപികയും ആ വാർത്ത നൽകുകയും ഈ ഒരു വ്യാജ പ്രചരണം പൊളിച്ചെടുക്കുവാൻ മുൻപന്തിയിൽ തന്നെ നിൽക്കുകയും ചെയ്തു എന്നുള്ളതാണ് അത്ഭുതകരമായിട്ടുള്ള കാര്യം. പക്ഷേ അതിൽ വലിയ അത്ഭുതമൊന്നും വേണ്ട. FCRA എന്നുള്ള 3-4 അക്ഷരങ്ങൾ മാത്രം ഓർത്താൽ മതി. ആ ചട്ടഭേദഗതികൾ എന്തായാലും രാജ്യസുരക്ഷാ സംബന്ധിയായിട്ടുള്ള കാര്യങ്ങൾ, കാരണം ഇപ്പോൾ വരുന്നത് ഈ മതപരിവർത്തനം മാത്രമല്ല, രാജ്യത്തിൻ്റെ സുരക്ഷയെ തന്നെ ബാധിക്കുന്ന തരത്തിൽ നിരവധി പ്രവർത്തനങ്ങൾ ഇത്തരത്തിലുള്ള വിദേശ ഫണ്ടുകളിലൂടെ നടത്തപ്പെടുന്നുണ്ട് എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നതിനെ തുടർന്ന് BJP സർക്കാർ ഇതിൽ വലിയ വിട്ടുവീഴ്ചകൾക്കൊന്നും തയ്യാറാവില്ല. 1-2 ചട്ട ഭേദഗതികളിൽ ഒരല്പം അയവ് വരുത്തി കൊടുക്കാം. അപ്പവും വീഞ്ഞും വാങ്ങിക്കഴിച്ചോ, കോൺഗ്രസ് ആയാലും ബെൻസ് ആയാലും പൊയ്ക്കോ, ബെൻസിൽ വേണ്ട കോൺഗ്രസ്സാ മതി എന്നുള്ള രീതിയിൽ ചിലപ്പോൾ ഒരു അയവ് ചെയ്തു കൊടുത്തേക്കാം. പക്ഷേ മതപരിവർത്തനം, രാജ്യസുരക്ഷയെ ബാധിക്കുന്ന ഇത്തരത്തിലുള്ള ഭീകരവാദ പ്രവർത്തനങ്ങൾ, തിമോത്തി ഇനിഷ്യേറ്റീവിനെ പോലുള്ള സംഘടനകളുടെ സ്വതന്ത്രമായ പ്രവർത്തനം, ഇതൊന്നും ഇനി അനുവദിച്ചു കൊടുക്കപ്പെടില്ല. അതുകൊണ്ട് തന്നെ മര്യാദയ്ക്ക് നടന്നാൽ ക്ലിഞ്ഞോ പ്ലിഞ്ഞോയ്ക്ക് കൊള്ളാം എന്ന് മാത്രമേ എനിക്ക് പറയുവാനുള്ളൂ. ഇപ്പോഴുള്ള മനംമാറ്റം ഇനിയും അങ്ങോട്ട് തുടരട്ടെ, നല്ലതാണ്. അന്ധഭയം ഇറുകണം. അല്ലാതെ തോന്നിയവാസം പറയുവാനുള്ള ലൈസൻസ് അല്ല ജനാധിപത്യം. അല്ലെങ്കിൽ നിങ്ങൾക്ക് മാത്രം പ്രത്യേകമായിട്ടൊരവകാശം ഇറ്റലിയിൽ നിന്ന് ഇങ്ങോട്ട് ഇറക്കി തന്നിട്ടില്ല. അത് വത്തിക്കാനിൽ നിന്നായാലും ലൂയിസിയാനയിൽ നിന്നായാലും, ലൂയിസിയാന അല്ല, ആ സ്ഥലം ഇപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല, സോണിയാഗാന്ധിയുടെ ജന്മദേശത്ത് നിന്നായാലും ജന്മപ്രദേശത്ത് നിന്നായാലും നിങ്ങൾക്ക് പ്രത്യേകമായൊരു അവകാശം ഇറക്കിത്തരുന്നില്ല തോന്നിയവാസം പറയുവാനും പ്രവർത്തിക്കുവാനുമുള്ളത്. അതുകൊണ്ട് മര്യാദയ്ക്ക് ജീവിച്ചോ എന്ന് അവർ പറഞ്ഞില്ലേ, അത് നിയമപരമായി തന്നെ ഇപ്പോൾ പറയുകയാണ് ഭാരതീയ സർക്കാർ. ഭീഷണിപ്പെടുത്തുകയല്ല, അവലും കുന്തിരിക്കുമെന്നും കരുതി വയ്ക്കേണ്ടി വരില്ല. അപ്പവും വീഞ്ഞും അനാമനാഥം തൃപ്തി നടക്കില്ല ഇനി വിദേശ ഫണ്ട് കൊണ്ട്.
അധ്വാനിച്ച് നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് അപ്പം കണ്ടെത്തേണ്ടി വരും. അത്രമാത്രമേ ഈ വിഷയത്തിൽ ഇപ്പോൾ പറയുവാനുള്ളൂ. ഈ വിഷയത്തോടുള്ള പ്രേക്ഷകരുടെ പ്രതികരണങ്ങൾ അറിയുവാൻ തീർച്ചയായും ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. അവ കമൻറ്റുകളിലൂടെ ഞങ്ങളുമായി പങ്കുവയ്ക്കുക. ഒപ്പം ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി ഷെയർ ചെയ്യുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തത്വമൈ ന്യൂസിൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. അപ്പോൾ സംവാദങ്ങൾ തുടരട്ടെ. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.